അങ്ങനെ എനിക്ക് കിട്ടിയ ഡോളർ എന്ന് പറഞ്ഞാൽ ഞാനിത് യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയതാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് ഒരുപാട് നാളായില്ലേ. സത്യം പറഞ്ഞാൽ ഡെയിലി ഷോർട്സ് ഇടുന്നോണ്ട് തന്നെ ലോങ് വീഡിയോ എടുക്കണം അല്ലെങ്കിൽ അത് അപ്ലോഡ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ മറന്നേ പോവാണ്. അതിനായിട്ടുള്ള ഒരു ടൈം ഞാൻ കണ്ടെത്തുന്നേ ഇല്ല. ഡെയിലി മാക്സിമം ഞാൻ ലോങ് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. യെസ് ഗായ്സ്, എനിക്ക് ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ കിട്ടിയിട്ട് ഇപ്പോൾ ഒരു 1 വീക്കോളം ആയിട്ടുണ്ട്. എനിക്ക് ഏപ്രിൽ 22-ന് അവർ സെൻഡ് ചെയ്തു. 23-24 എന്തോ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. അത് പക്ഷെ ഇന്നലെയാണ് ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഓൾറെഡി ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ലേറ്റ് ആയത്. അപ്പൊ എന്തായാലും നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും എൻ്റെ പേര് സ്നേഹ, നമ്മുടെ ചാനലിന്റെ പേര് വ്ളോഗ് ബൈ സ്നേഹ എന്നാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിടാം കേട്ടോ. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്, നമുക്ക് യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടും. നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടും. അങ്ങനെ എൻ്റെ ചാനല് എന്താ പറയാ, ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ഒരു 1 ഇയറിനുള്ളിൽ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു 3-4 മാസമൊന്നും ഞാൻ അത്ര സീരിയസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. വല്ലപ്പോഴും വീഡിയോസ് എന്തെങ്കിലും കണ്ടന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിലും അപ്പൊ അത് അപ്ലോഡ് ചെയ്യാന്നല്ലാതെ ഇതിനായിട്ട് ഞാൻ ടൈം കണ്ടെത്തിയിട്ട് വീഡിയോസ് ഇടാനിരിക്കുകയോ ഒന്നും ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല ഒരു 3-4 മാസം. അത് കഴിഞ്ഞേരെയാണ് പിന്നെ എനിക്കൊന്ന് ചൂടായത്. അതായത് ഞാൻ എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്തു, ഇനിയിപ്പോൾ ഇത് നിർത്തില്ല, ഇത് എൻ്റെ പാഷനാണ്, ഇത് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. എന്തായാലും വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യണം എന്നുള്ള എനിക്ക് നമുക്കൊരു ഇത് കിട്ടുമല്ലോ. അത് എനിക്ക് ഒരു 3-4 മാസം കഴിഞ്ഞേരെയാണ് എനിക്കത് ഉദിച്ചത് സത്യം പറഞ്ഞാൽ. അതിന് ശേഷമാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ട് ഒരു 6-7 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ചാനൽ എന്ത് ചെയ്തു, മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞേരെ നമുക്ക് ഡോളേഴ്സ് ഒക്കെ കയറി തുടങ്ങണ ആ സമയത്ത് എൻ്റെ മോണിറ്റൈസേഷൻ പോസ് ചെയ്തു. അതെന്താന്ന് വെച്ചാൽ നമ്മളെ ഗൂഗിൾ ആഡ്സെൻസിൽ കുറെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. ഞാനത് കൊടുക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിപ്പോയി. ഒരു 1 മന്തിലേറെ എൻ്റെ മോണിറ്റൈസേഷൻ അവർ പോസ്റ്റ് ചെയ്തു. ആ സമയത്ത് എൻ്റെ വീഡിയോസ് ഒക്കെ അത്യാവശ്യം റീച്ച് ആയിരുന്നു കേട്ടോ. അപ്പൊ ആ സമയത്ത് ഡോളേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാനൊരു ചേട്ടനായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്ത് അവരാണ് എനിക്ക് യൂട്യൂബിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നത്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ലാതെ ഡോളേഴ്സൊക്കെ കയറി തുടങ്ങി. അങ്ങനെ ഈ ഒരു 1-1.5 വർഷത്തെ കഷ്ടപ്പാടാണ് എനിക്കിപ്പോൾ ഈ ഒരു ഏപ്രിൽ മാസത്തിൽ കിട്ടിയത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോരുത്തരാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചതിട്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കാൻ കാരണം തന്നെ നിങ്ങൾ ഓരോരുത്തരാണ്. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പം കുറേ ആൾക്കാർ മെസ്സേജും ഒക്കെ ഞാൻ കണ്ടു. നിങ്ങൾക്കൊന്നും ഇല്ലേന്നൊക്കെ ചോദിച്ചിട്ട്, ഞങ്ങൾക്കൊന്നും ഇല്ലേന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. നമ്മളെ യൂട്യൂബ് ചാനൽ ഒരു 20K സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാലും ഒരു ഗീവ് അവേ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നിങ്ങളൊക്കെ ഒന്ന് 20K സബ് ആക്കിത്താ, എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഗീവ് അവേ ഒക്കെ കൊടുക്കാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. പിന്നെന്താ, ഞാൻ എന്തൊക്കെയോ സത്യം പറഞ്ഞാൽ പറയണം വിചാരിച്ചിരുന്നു, പക്ഷെ എനിക്കിപ്പോ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞപ്പോ എനിക്ക് ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഒരു കാര്യം, കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു നമുക്ക് എങ്ങനെയാണ് പേയ്മെന്റ് കിട്ടുക എന്നുള്ളതൊക്കെ. നമുക്ക് എന്താ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്കതിൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാണ്ടാവും, ടാക്സ് ഇൻഫർമേഷൻ ആഡ് ചെയ്യാണ്ടാവും, നമ്മുടെ അഡ്രസ്സൊക്കെ ആഡ് ചെയ്യാണ്ടാവും. അതൊക്കെ വെരിഫൈ ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ലാസ്റ്റൊക്കെയാണ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അങ്ങനെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ $100 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ അവരെന്നെ നേരിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആക്കും. നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ഒന്നും അറിയണ്ട, നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. എൻ്റെ വൈറ്റ് സ്റ്റുഡിയോയിൽ എൻ്റെ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു ഏപ്രിൽ 21 മുതൽ 26 വരെ ഈ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങളുടെ ക്യാഷ് ക്രെഡിറ്റ് ആകും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ആ ദിവസത്തിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെതാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ മാസം ഒരു 17-18 ആ ഒരു ഡേറ്റിലാണ് എൻ്റെ $100 കംപ്ലീറ്റ് ആയിട്ട് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവരെന്നെ പറയുന്നുണ്ട് ഇവർ സെൻഡ് ചെയ്യുക 21 മുതൽ 26 വരെയുള്ള ആ ഒരു ടൈമിലാണ് ഇവർ സെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ $100 ആയപ്പം
ഇവർ കറക്റ്റ് 22-ാം തീയതി തന്നെ എൻ്റെ ക്യാഷ് അവർ സെൻഡ് ചെയ്തു. 23, 24 ഈ ഒരു ഡേറ്റിനുള്ളിൽ എൻ്റെ ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞാണ്ട് എനിക്കൊരു മെസ്സേജ് വന്നു. അവർ സെൻഡ് ചെയ്ത് അന്ന് തന്നെ എനിക്ക് മെയിലാണോ മെസ്സേജ് ആണോ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തോന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാങ്കുമായിട്ട് കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോഴത്തേക്കിനെ കുറിച്ച് പേടിച്ച് ഈശ്വര എനിക്ക് കേറില്ല, എനിക്ക് ക്രെഡിറ്റ് ആവില്ല എന്നൊക്കെ വിചാരിച്ചു നിന്നു. പക്ഷെ എനിക്ക് കറക്റ്റ് ഡേറ്റിൽ തന്നെ ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എൻ്റെ എന്തെടുത്ത് നോക്കിയാലും അതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം എൻ്റെ പ്രശ്നങ്ങളൊന്നും വന്നില്ല, കറക്റ്റായിട്ട് തന്നെ ക്രെഡിറ്റ് ആയി. അങ്ങനെ എനിക്ക് കിട്ടിയ ഡോളർ എന്ന് പറഞ്ഞാൽ $103. കുറെ ആൾക്കാർ പറയാറുണ്ട് കറക്റ്റ് ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെ. പക്ഷെ നിങ്ങളാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് എനിക്കിത് ഷെയർ ചെയ്യണമെന്നുണ്ട്. എന്റെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ അല്ലേ, അപ്പൊ നിങ്ങളുടെ അടുത്ത് എനിക്കിത് എന്തായാലും ഷെയർ ചെയ്യണമെന്നുണ്ട്. $103 ആണ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു ഏപ്രിൽ 17, 18 ആ ഡേറ്റിനാണ് $100 $100 കംപ്ലീറ്റ് ആയത്. പിന്നെ അത് അവരവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് മന്ത് ഡോളർ അങ്ങനെ പിന്നെ എനിക്ക് കയറൽ തുടങ്ങി. അങ്ങനെ പിന്നെ ആ $103 ആണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. എന്താ പറയുക, ഈ അവസരത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഫസ്റ്റിന് നമ്മൾ എല്ലാവരും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക, പൈസ കിട്ടണം, ഇതിന് നമുക്ക് ഒരു ഏൺ ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എല്ലാവരും ഇത്രയും കഷ്ടപ്പെടുന്നത്. ഞാനും സെയിം അത് തന്നെയാണ്. പക്ഷേ എനിക്കിങ്ങനെ കിട്ടും എന്നുള്ളത് എനിക്ക് കിട്ടി കഴിഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിലും പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് ക്യാഷ് കിട്ടും. പക്ഷെ യൂട്യൂബിൽ നിന്ന് കിട്ടണമെന്ന് പറഞ്ഞാൽ എനിക്കത് ഞാൻ എന്തൊക്കെയോ വലിയ ജോലി ചെയ്ത് വലിയൊരു എമൗണ്ട് സമ്പാദിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് കാണുന്നവർക്ക് ചിലപ്പം ഇവക്ക് ഇപ്പൊ $103 അല്ലേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ള ആ ഒരു ഫീൽ ആയിരിക്കും. എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, ചില ആൾക്കാർക്ക് ചിലപ്പോൾ അങ്ങനെ ഫീൽ ആയിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യൂട്യൂബിൽ അത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിട്ടിയ ഒരു എമൗണ്ട് ആണിത്. അത് പിന്നെ ഒരു 10 രൂപയാണെങ്കിൽ കൂടിയിട്ട് അത് എനിക്ക് വലിയൊരു എമൗണ്ട് ആണത്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ ATM പോയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്തിരുന്നു. എനിക്ക് കിട്ടിയെന്ന് കുറച്ചൊരു എമൗണ്ട് എടുത്തിട്ട് വിഡ്രോ ചെയ്തിരുന്നു. അതാണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് കേട്ടോ. ഞാനിത് യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയതാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ്. ഇപ്പോ ഒരുപാട് പേരുണ്ടാവും എന്നെ പോലെ ഇങ്ങനെ യൂട്യൂബിൽ ഏൺ ചെയ്തിട്ട് സെറ്റ് ആവണം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവര്. അപ്പോ എന്നെ പോലെ ഒരുപാട് പേരുണ്ടാവും യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്ത് സെറ്റ് ആവണം, അല്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് പേര് പെട്ടെന്ന് ഒരു മിനിമം $100 ആയി കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയാണ്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഓരോ കണ്ടന്റ് ഓരോ ദിവസം ഇങ്ങനെ കണ്ടെത്തി നല്ല കോണ്ടന്റുകൾ അപ്ലോഡ് ചെയ്തിട്ട് അക്കൗണ്ട് റീച്ച് ആക്കി എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ക്യാഷ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നെ പോലെ ഇപ്പൊ ഒരുപാട് പേരുണ്ടാവും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. ചില ആൾക്കാരുണ്ടാവും അത് പകുതി വെച്ച് നിർത്തിപ്പോയവര്, അല്ലെങ്കിൽ ഈ വീഡിയോസ് ഒന്നും ക്ലിക്ക് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവര്. പക്ഷെ അവരോടൊക്കെ ഞാൻ പറയണേ, എവറി ഡോഗ് ഹാസ് എ ഡേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒരു വീഡിയോ ക്ലിക്ക് ആയാൽ മതി, ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ പുറകെ ക്ലിക്ക് ആവും. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നിപ്പോ നല്ലൊരു റീച്ച് കിട്ടിയെന്ന് വിചാരിച്ച് നാളെ നമുക്ക് അതുപോലെ കിട്ടണമെന്നില്ല. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യുക, നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ എന്തായാലും ഒരു ദിവസം നമ്മൾ അത്യാവശ്യം നല്ല റീച്ചിൽ എത്തും. അപ്പൊ അത്രയൊക്കെയുള്ളൂ ഗൈസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. എനിക്ക് അറിയണ പോലെയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ എന്നെ കമന്റിന് റിപ്ലൈ ചെയ്യാം. അപ്പൊ അത്രയുള്ളൂ ഗൈസ്. ബൈ.